നമസ്കാരം. ബിഗ് ബോസ് ഇന്ന് രാവിലത്തെ ടാസ്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഇത്രയും ദിവസം നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് നിങ്ങൾക്ക് ഇവരെല്ലാവരും ഏകദേശം മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആരെ പോലെ ആകണം, അല്ല ആരെ പോലെ ആകണ്ട. ഇപ്പം നമ്മൾ പറഞ്ഞില്ല അടുത്ത ജന്മോണ്ട് ഞാൻ ഇന്ന ആവളാവണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് ആരെ പോലെ ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഇതുപോലെ ഒരിക്കലും ഇന്ന ഒരാളെ പോലെ ആവരുത് എന്ന് തോന്നുന്നു. അങ്ങനെ രണ്ടുപേരുടെ പേര്, ആരെ പോലെ ആകണം, ആരെ പോലെ ആകില്ല. ആദ്യം തന്നെ എഴുന്നേറ്റ് വന്ന ജിസേലാണ്. ജിസേൽ പറഞ്ഞത് എനിക്ക് അനീഷിനെ പോലെ ആയാൽ മതി, കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, ടാസ്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഒരിക്കലും ആവരുതാത്തത് നെവിനാണ്. നെവിനും ജിസേലും തമ്മിൽ ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പിണക്കാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അനീഷ് പറഞ്ഞത് എനിക്ക് ആര്യനെ പോലെ ആവണം, കാരണം സ്പോർട്സിനോടുള്ള ഇഷ്ടം കൊണ്ട്. അനുവിനെ പോലെ ആകുകയും വേണ്ട. അനുവിന് ഒരു എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു മുതലാളിത്തമായിട്ടുള്ള ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് എനിക്ക് അനുമോളെ പോലെ ആവണ്ട. ഷാനവാസം എന്ന് പറഞ്ഞത് എനിക്ക് സാബുമാനെ പോലെ ആയാൽ മതി, അക്ബറിനെ പോലെ ആവണ്ട. സാബുമാൻ പറയുന്നത് എനിക്ക് ആര്യനെ പോലെ ആയാൽ മതി, അവന്റെ ഫണ്ണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടമാണ്. നെവിനെ പോലെ ആവണ്ട, കാരണം അവൻ എപ്പോഴും ആൾക്കാരെ ബാക്സ്റ്റാബ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ നെവിൻ പറയുന്നത് എനിക്ക് ഷാനവാസിനെ പോലെ ആയി. ഇപ്പൊ ഷാനവാസും നെവിനും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഭയങ്കര ചർച്ചയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ബിന്നി വന്ന് അലമ്പുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര അവർ തമ്മിൽ അപ്പോ അടയും പോലാണ്. എപ്പോഴാണ് നെവിൻ തിരിയുന്നതെന്ന് അറിയില്ല. ഷാനവാസിന്റെ മോള് വന്നപ്പോൾ തൊട്ടാണ് പോലും പുള്ളിക്കാരനെ ഇഷ്ടമായെന്നൊക്കെ പറയുന്നു. പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഷാനവാസിനെ പോലെ ആയാൽ മതി, ജിസേലിനെ പോലെ ആകുകയേ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യത്തിലായി. ഇപ്പം ലക്ഷ്മി വന്ന് ബിന്നിയെ പോലെ ആവണം, ഷാനവാസിനെ പോലെ ആവണ്ട എന്ന് പറയുന്നുണ്ട്. അനുമോൾ എനിക്ക് ആരെ പോലും ആവണ്ട, എനിക്ക് ഞാനായാൽ മതി എന്നൊക്കെ കുറെ ഡയലോഗ് വിട്ടിട്ട് എനിക്ക് നെവിനെ പോലെ ആവണം, കാരണം അവന്റെ ഫണ്ണി. അതുപോലെ തന്നെ അനീഷിനെ പോലെ ആവണ്ട. അത് രാവിലത്തെ ഒരു അലമ്പുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അടുക്കള അലമ്പ്. നൂറ വന്നിട്ട് അനീഷിന്റെ ചേട്ടനെ പോലെ ആയാൽ മതി, അക്ബറിനെ പോലെ ആവണ്ട എന്ന് പറയുന്നു. ബിന്നി വന്നിട്ട് നെവിനെ പോലെ ആയാൽ മതി, അവന്റെ ഫണ്ണി അവന് ഇഷ്ടമാണ്, അതുകൊണ്ട്. ഷാനവാസിനെ പോലെ ആവണ്ട, അത് രാവിലത്തെ അലമ്പ്. ഇന്നലത്തെ അലമ്പ്, ആകെ അലമ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അക്ബർ പറയുന്നു ബിന്നിയെ പോലെ ആയാൽ മതി, കുത്തിത്തിരി പൊഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ ആണെന്ന്. ഷാനവാസിനെ പോലെ ആവണ്ട എന്ന് പറയുന്നു. ഒനിയിൽ വന്നിട്ട് പറയുന്നത് ആര്യനെ പോലെ ആയാൽ മതി, ലക്ഷ്മിയെ പോലെ ആവണ്ട എന്ന് പറയുന്നു. അതേപോലെ തന്നെ പിന്നെന്താണ്, ആദില വന്നിട്ട് പറയുന്നത് ആര്യനെ പോലെ ആയാൽ മതി, ലക്ഷ്മിയെ പോലെ ആവണ്ട എന്ന് പറയുന്നു. ആര്യൻ വന്നിട്ട് സാബുമാനെ പോലെ ആയാൽ മതി, ഒനിലിനെ പോലെ ആവണ്ട എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ കൂടെ ഇന്ന് 3 ഫാമിലിയാണ് വരുന്നത്. ആ 3 ഫാമിലി വരുന്ന കാര്യം ഞാൻ തൊട്ടടുത്ത് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ആരൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പറഞ്ഞുതരാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.